നമസ്കാരം, ഞാൻ പ്രീതി ആർ നായർ, SUT ഹോസ്പിറ്റലിലെ ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ്. ഇന്നത്തെ ടോപ്പിക്ക് PCOD, ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കാം എന്നുള്ളത്. ഇന്നത്തെ സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ഇതിൻ്റെ പ്രധാന കാരണം അനാരോഗ്യകരമായ ഭക്ഷണ ക്രമീകരണവും അതുപോലെ തന്നെ വ്യായാമമില്ലായ്കയും ഒരു ജീവിതശൈലി തന്നെയാണ്. ഒരു പുതിയ മാറി വന്ന ഒരു ജീവിതശൈലിയാണ് പ്രധാന കാരണമായി എടുത്തു പറയേണ്ടത്. ശരീരഭാരം ഉയർന്ന തോതിലാകുക, ഉയർന്ന ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ ലെവൽ അനിയന്ത്രിതമായി കൂടുക, ഇതെല്ലാം ഇതിനോടനുബന്ധിച്ച് തന്നെ കണ്ടുവരുന്നുണ്ട്. ഇതൊരു സിൻഡ്രോം എക്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. ഇത് ഭാവിയിൽ ഉയർന്ന ബ്ലഡ് ഷുഗർ, ഒരു ഹൈ BP, ഡയബറ്റിസ് അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് വരെ എത്താം. ഭക്ഷണം എങ്ങനെ നിയന്ത്രിച്ച് നിർത്തണം, എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തേണ്ടത് വളരെ പ്രധാനമാണ്. ശരീരഭാരം നിയന്ത്രിക്കാൻ കാർബോഹൈഡ്രേറ്റിൻ്റെ യൂസ് കുറയ്ക്കണം. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, റിഫൈൻ ചെയ്ത ഭക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നിയന്ത്രിച്ച് നിർത്തേണ്ടത്. മൈദ ചേർന്ന ആഹാരങ്ങൾ, തവിട് നീക്കാത്ത ധാന്യങ്ങൾ, മില്ലറ്റുകൾ ഇവയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരഭാരം കുറച്ച് വെക്കുകയും അതുപോലെ തന്നെ ശരീരത്തിലെ എക്സ്ട്രാ ഫാറ്റും കൂടുതൽ കൊഴുപ്പും ഒക്കെ ശരീരത്തിൽ നിന്നും ഒഴിവാക്കാനും സഹായിക്കും. ഇനി ഇതിനകത്തിൽ ഉയർന്ന തോതിൽ തവിട് നീക്കാത്ത ധാന്യങ്ങളിൽ സിങ്ക്, അയൺ, മാംഗനീസ്, മഗ്നീഷ്യം എന്നീ മിനറൽസ് ഉണ്ട്. ഇത് PCODയെ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ ഫൈറ്റിക് ആസിഡ്, ഇൻഡോൾസ്, തയോൾസ് എന്നീ പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസുകളുണ്ട്. ഇത് അണ്ഡോൽപാദനത്തിന് സഹായിക്കുന്നതിന് പ്രധാനമാണ്. ഇനി പ്രോട്ടീൻ സമ്പന്നമായിരിക്കണം ഭക്ഷണങ്ങൾ. കാർബോഹൈഡ്രേറ്റിൻ്റെ നില കുറച്ച് വെച്ച് ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്ന ഭക്ഷണങ്ങളായിരിക്കണം ഏറ്റവും പ്രധാനമായിട്ട് കൊണ്ടുവരേണ്ടത്. അതിൽ ലീൻഡ് മീറ്റ്, ഇവരുടെ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള മീറ്റ് ഐറ്റംസ്, മുട്ടവെള്ള, മത്സ്യം, കോഴിയിറച്ചി, അതുപോലെ പയറുവർഗ്ഗങ്ങൾ ഇവയെല്ലാം പ്രോട്ടീൻ ലഭ്യമാകാൻ സഹായിക്കും. ഇനി പയറുവർഗ്ഗങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ മുഴുവനെയുള്ള പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇനി കടല, മുതിര ഇവയിലൊക്കെ ഫൈബേഴ്സ് കൂടുതലുണ്ട്. ഇത് നമ്മൾക്ക് ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിച്ച് നിർത്താൻ സഹായിക്കും. ഇനി മുളപ്പിച്ച പയറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ മുളപ്പിച്ച പയറിൽ കലോറി കുറവും എന്നാൽ പ്രോട്ടീൻ സോഴ്സസ് കൂടുതലുമാണ്. അതിൽ വിശപ്പിൻ്റെ ഹോർമോണായ ഗ്രെയിലിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദിവസവും മുളപ്പിച്ച പയർ ആഹാരത്തിൻ്റെ ഒരു പാർട്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ലീൻ മീറ്റിൽ പിന്നീട് പറഞ്ഞത് ഫിഷ് ഐറ്റംസാണ്. ചെറിയ മത്സ്യങ്ങൾ, omega-3 റിച്ച് ആയിട്ടുള്ള ഫിഷസ്, മത്സ്യം, മത്തി, അയല, ചൂര, സാൽമൺ വെറൈറ്റീസ് ഉള്ള ഫിഷസ് എല്ലാം ഈ അണ്ഡോൽപാദനത്തിന് സഹായിക്കുകയും PCOD കംപ്ലൈൻറ്റ് കുറയ്ക്കുകയും ചെയ്യും. എഗ് വൈറ്റിൻ്റെ യൂസ്, ഡെയിലി 2 മുട്ടവെള്ള ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമാണ്. മുട്ടവെള്ളയിൽ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഓംലെറ്റുകളായിട്ടോ അതല്ലെങ്കിൽ സ്ക്രാമ്പിൾഡ് ഫോമോ ഉപയോഗിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കാം, അതല്ലെങ്കിൽ സ്നാക്സുകളായിട്ടോ ദിവസവും ഉൾപ്പെടുത്തുന്നത് നല്ലത്. ഇതും വിശപ്പിൻ്റെ ഹോർമോണായ ഗ്രെയിലിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി നട്ട് വെറൈറ്റീസിൻ്റെ ഉപയോഗം എടുക്കുമ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കണം. ഇത് LDL കൊളസ്ട്രോളിൻ്റെ തോത് കുറച്ച് നിർത്തി അതുപോലെ HDL ഗുഡ് കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുകയും ചെയ്യും. ഒരു പിടി എന്ന ക്രമത്തിൽ മതിയാകും മിക്സഡ് നട്ട്സുകൾ. പാലുൽപ്പന്നങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ PCOD ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പാലുൽപ്പന്നങ്ങൾ തീരെ ഒഴിവാക്കി നിർത്താൻ കുറച്ച് തന്നെ വെക്കണം. കൊഴുപ്പ് നീക്കിയിട്ടുള്ള പാലുൽപ്പന്നങ്ങളെ തൈരോ മോരോ ഉപയോഗിക്കുവാണെങ്കിൽ എടുക്കാവുള്ളൂ. ബാക്കി നേരിട്ട് പാല് ഉപയോഗിക്കാതിരിക്കുവാണ് നല്ലത്. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ധാരാളം നാരുകളടങ്ങിയ പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തണം. പച്ചക്കറികളുടെ കാര്യം എടുക്കുമ്പോൾ ദിവസവും 2 നേരമെങ്കിലും വെജിറ്റബിൾ സാലഡ്സ് ആഡ് ചെയ്യണം. പച്ചക്കറികളിലുള്ള നാരുകൾ ശരീരഭാരം നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്യും. അതുപോലെ 2.5 കപ്പെങ്കിലും പച്ചക്കറികൾ ഒരു ദിവസത്തെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. 2.5 കപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു 250 to 300 ഗ്രാം ആ ലെവലെങ്കിലും പച്ചക്കറികൾ ആഹാരത്തിൽ വേണ്ടതാണ്. ഇനി പഴങ്ങൾ, കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള പഴവർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കണം. അതിൽ തന്നെ കടും ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ PCOD ഉള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ്.
പഴങ്ങളിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള പഴങ്ങൾ ശരീരത്തിലെ അധിക കൊഴുപ്പിനെയും കൊളസ്ട്രോളിനെയും ഒക്കെ കുറച്ചു നിർത്തും, രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യാനും സഹായിക്കും. ദിവസവും 2 സെർവിങ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ 200 ഗ്രാം ഫ്രൂട്ട്സ് എങ്കിലും ഒരു ദിവസത്തെ ആഹാരത്തിൽ തിരഞ്ഞെടുക്കണം. ഇതും ഇടനേര ആഹാരമായോ മെയിൻ ഫുഡായോ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് സമയനിഷ്ഠയായുള്ള ഭക്ഷണ ക്രമീകരണവും വേണമെന്നുള്ളതാണ്. ഇനി ഭക്ഷണത്തിൽ എന്തൊക്കെ ഒഴിവാക്കി നിർത്തണം? എണ്ണയിൽ വറുത്തുപൊരിച്ച ആഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, മൈദ ചേർന്ന ആഹാരങ്ങൾ. മൈദയുടെ എല്ലാ പ്രോഡക്ട്സും, ബേക്കറിയിലെ പ്രോഡക്ട്സുകളെല്ലാം മൈദ ആഡഡ് ഫുഡ്സുകളാണ്. അതിൽ പിസ്സ, ബർഗർ, അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സ്, ബ്രെഡ്, ഇതെല്ലാം കഴിവതും ഒഴിവാക്കി നിർത്തണം. വെണ്ണ, നെയ്യ്, ഡാൽഡ, ഹൈഡ്രോജനേറ്റഡ് ഫാറ്റുകൾ എന്നിവയുടെ ഉപയോഗം തീരെ കുറയ്ക്കണം. ഹോട്ടലുകളുടെ ഭക്ഷണത്തിന് നിയന്ത്രണം കൊണ്ടുവരണം. കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ, കോള ബിവറേജസിൻ്റെ ഉപയോഗം നല്ലവണ്ണം കുറയ്ക്കണം. അതുപോലെ തന്നെ കൂടുതൽ റിഫൈൻഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്സ്, ആൽക്കഹോള്, സ്മോക്കിങ്, ഇതെല്ലാം കഴിവതും ഒഴിവാക്കി നിർത്തണം. ഇനി ഭക്ഷണം സമയനിഷ്ഠ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ആഡിക്വേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. ഇനി മിഡ് മോർണിംഗ് ടൈം ഒരു വെജിറ്റബിൾ സാലഡ്സോ ഫ്രൂട്ടോ ഉൾപ്പെടുത്തുക. ഉച്ചയ്ക്കത്തെ ലഞ്ച് നമ്മൾ കൂടുതൽ ചോറ്, അരിയാഹാരമൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച്, ചോറിൻ്റെ അളവ് തീരെ കുറച്ച് വെച്ചിട്ട് ആ പോർഷൻ കൺട്രോൾ വരാൻ വെജിറ്റബിൾസും അതുപോലെ ഫിഷോ അല്ലെ പയറുവർഗ്ഗങ്ങളോ ഉൾപ്പെടുത്തുക. ഇനി ഈവനിങ് ടീ ടൈം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കി മിക്സഡ് നട്ട്സ് ഒരു പിടി എന്ന ക്രമത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ വേവിച്ചതോ ഒരു ഹാഫ് കപ്പ് എന്ന ക്രമത്തിൽ 25 ഗ്രാം അല്ലെങ്കിൽ 30 ഗ്രാം എന്ന ക്രമത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രാത്രിയിലെ ഫുഡാണ് ഏറ്റവും പ്രധാനം. നൈറ്റ് ഫുഡ് അളവ് നിയന്ത്രിച്ച് നിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് നല്ലവണ്ണം കുറവായിരിക്കണം. ആ സ്ഥലത്ത് പ്രോട്ടീൻ ആഡിക്വേറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. ഇനി വ്യായാമം പ്രധാനമാണ്. ഒരു 30 മിനിറ്റെങ്കിലും ദിവസം വ്യായാമത്തിൽ ഏർപ്പെടുക. വ്യായാമം ഔഷധതുല്യമാണ് PCODക്ക്. അതുകൊണ്ട് ഏത് ഇഷ്ടപ്പെടുന്ന വ്യായാമങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. മാനസികാരോഗ്യം സംരക്ഷിക്കാൻ യോഗ, മെഡിറ്റേഷൻ എന്നിവ സ്വീകരിക്കാവുന്നതാണ്. നല്ല ചിട്ടയായ ഒരു ജീവിതചര്യയും അതുപോലെ തന്നെ നല്ലതായിട്ടുള്ളൊരു ഫുഡ് കൺസംഷനും എടുത്ത് നമുക്ക് PCODയെ ഒഴിവാക്കാം.